ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെയും ഒപ്പം തന്നെ MLA മാത്യു കൊൾനാടിനെയും അറസ്റ്റ് ചെയ്തത് താങ്കൾ സ്വാഭാവികമായും സമരത്തിലാണ് നിങ്ങളൊക്കെ തന്നെയും. ഇന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് കേരളം? കേരളത്തിലെ സമരങ്ങളോട് ജനങ്ങളോട് അസഹിഷ്ണുതയുള്ളൊരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ എന്തും പ്രതീക്ഷിക്കണം ശ്രീ നികേഷ്. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത താങ്കൾക്കെതിരായിട്ട് കേസെടുത്താലോ, എനിക്ക് നേരെ ഇപ്പോൾ മൈക്ക് നീട്ടി വെച്ചിരിക്കുന്ന ഇവിടുത്തെ നിങ്ങളുടെ റിപ്പോർട്ടർക്ക് നേരെ കേസെടുത്താലും പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥതയും അസഹിഷ്ണുതയുമാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. അങ്ങ് തന്നെ മുൻപ് വാർത്ത കൊടുക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ ഒരു ജീപ്പിലേക്ക് വലിച്ചെറിയുകയാണ്. ഏതോ വലിയ ക്രിമിനൽ ഒഫൻസ് ചെയ്ത് ഏതോ സെക്രട്ടേറിയറ്റ് നേർക്ക് ബോംബ് വെച്ച തീവ്രവാദിയോട് ചെയ്യേണ്ടത് സമീപനത്തിലാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. മാത്യുവിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ സാഹചര്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നിയമസഭാ സാമാജികനായിട്ടുള്ള ഒരാൾ, ആ നാട്ടിലെ താൻ ജനിച്ചു വളർന്ന പ്രദേശത്തെ ഒരു ജനകീയ പ്രശ്നം, എന്തിനു വേണ്ടിയിട്ടാണ് സമരം? ഇവരതെങ്കിലും ആലോചിക്കേണ്ടത്. ഏത് വിഷയത്തിൽ അവരൊക്കെ സമരം ചെയ്യുന്നത്? ഇപ്പം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ എത്രയോ ദിവസമായി വയനാട്ടിൽ, പത്തനംതിട്ടയിൽ, ഇടുക്കിയിൽ എന്നു വേണ്ട മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കേരളത്തിൽ നിരന്തര സംഭവമായി മാറിക്കൊണ്ടിരിക്കുക. ഇന്നലെ കൊല്ലപ്പെട്ട ഇന്ദിര, അജീഷ്, പോള് എന്നു വേണ്ട കേരളത്തിൽ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പേരുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷമാണ് കാട്ടാനയോ കാട്ടുപോത്തോ കാട്ടുപന്നിയോ നാട്ടിലേക്ക് ഇറങ്ങുക, നമ്മളെ കൊല്ലുക എന്ന ജീവഭയത്താൽ എത്ര കാലമാണ് ശ്രീ നികേഷ് കേരളത്തിലെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയുക? ഇപ്പോൾ തൊട്ടു മുൻപ് സംസാരിച്ച കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സഹോദരൻ തന്നെ പറഞ്ഞതുപോലെ ആളുകൾ സ്ഥലം വിറ്റിട്ട് പോവുകയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ. ഇപ്പോൾ കേരളത്തിൽ ചെറുപ്പക്കാർ നാട് വിട്ടു പോവുകയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ പല പല കാരണങ്ങളാൽ. അപ്പോൾ അതെല്ലാം ഉണ്ടാകുമ്പോൾ സമരം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. നമ്മൾ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടല്ലേ സമരം ചെയ്യുന്നത്. നമ്മൾ ഈ സർക്കാരിനോട് വേറെ എന്തെങ്കിലും അല്ലോ ആവശ്യപ്പെടുന്നത്? ജീവിക്കാൻ അനുവദിക്കണം, ജീവൻ നിലനിർത്തണം എന്നുള്ളതൊരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലേ ശ്രീ നികേഷ്? ആ റൈറ്റിന് വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിലെ ജനങ്ങൾ സമരം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ നിരാഹാര സമരപ്പന്തലിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരും ഇതേ മൗലികാവകാശമുണ്ട്, ജീവിക്കാനുള്ള അവകാശം. അത് നിഷേധിക്കപ്പെടുകയല്ലേ? നിഷേധിക്കപ്പെടുമ്പോഴെങ്കിലും നമ്മൾ പ്രതിരോധിക്കണ്ടേ? ആ പ്രതിരോധം ഉണ്ടാകുമ്പോൾ സമരങ്ങളോട് കാണിക്കുന്ന അസ്വസ്ഥത കൊണ്ടും അസഹിഷ്ണുത കൊണ്ടും ഒരു സമരമെങ്കിലും ഈ നാട്ടിൽ ചെറുത്തു തോൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ നികേഷ്? ഒരു സമരവും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയില്ല. ധർമ്മ സമരങ്ങളാണിത്. ഈ സമരങ്ങളെ ഇപ്പം ഞങ്ങൾ സമാധാനത്തോടു കൂടിയിട്ടാണ് ഈ സമരങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതല്ല, സമരത്തിൻ്റെ എക്സ്ട്രീമും എക്സ്റ്റൻറ്റും മാറ്റണമെന്ന് ശ്രീ വിജയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീരുമാനിക്കാം ഇതിൻ്റെ ലിമിറ്റ്. ആ ലിമിറ്റിൽ തന്നെ പോയി സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്.